മലപ്പുറത്ത് കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കല്ലാമൂല സ്വദേശി ഗഫൂറാണ് മരിച്ചത്. സ്ഥലത്ത് വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. AK അഭിലാഷ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. AK അഭിലാഷ്, പ്രേക്ഷകർക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. അവിടുത്തെ പ്രതിഷേധം എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു ചില ആളുകൾ. കടുവ ഇതിനു മുമ്പും അവിടെ ഇറങ്ങുകയും ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അങ്ങോട്ട് വനം വകുപ്പൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പൂർണ്ണമായും ജനവാസ മേഖലയിലാണല്ലേ ഇപ്പോൾ കടുവ ഇറങ്ങിയത്? AK അഭിലാഷ്. തീർച്ചയായിട്ടും ജനവാസ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ റബ്ബർ തോട്ടങ്ങളാണ് നിറയുള്ളത്. കാരണം വലിയ ഉയർന്ന പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ കടുവ പിടികൂടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ആ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രം താഴെയാണുള്ളത്. നമുക്ക് ഈ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണും ഇവിടെ കുത്തനെ കയറി പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയിട്ടില്ല. താഴെ ഭാഗത്താണ് ആളുകൾ എത്തിയിരിക്കുന്നത്. അതായത് ഗഫൂറിന്റെ മൃതദേഹം താഴേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെ തടയാനൊരു തീരുമാനം തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് നടക്കുന്നത്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് കാരണം നിരന്തരമായി ഇത്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ട്, അതിനെ പിടികൂടണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഗഫൂറിന്റെ കുടുംബത്തിന് ഇപ്പോൾ തന്നെ നഷ്ടപരിഹാരം നൽകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കടുവയെ കൂട് വെച്ച് പിടികൂടിയാൽ മാത്രം പോരാ, അതിനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും കൂട് വെച്ചാൽ നേരത്തെ തന്നെ കൂട് വെച്ചിരുന്നു, പക്ഷേ കടുവയെ പിടികൂടാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ഇത്തരത്തിൽ നരഭോജിയായ ഒരു കടുവയെ വെടിവെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യത്തിലാണ് നാട്ടുകാർ ഇതാ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത്. എന്താണ് നിങ്ങൾ അടുത്ത നീക്കം? ഞങ്ങളിവിടെ ഇത് വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ കാളികാവ് പഞ്ചായത്തിലെ പാറശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതൊരു മലയോര മേഖലയാണ്. ധാരാളം കർഷകരും തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. ഇവിടെ നിരന്തരമായി ഈ കടുവയുടെയും പുലിയുടെയും ആനയുടെയും ഒക്കെ ആക്രമണം നിരന്തരമായിട്ടുണ്ട്. ഈ സ്പോട്ടിൽ തന്നെ 3 പരാതികൾ കാളികാവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആടിനെയും അതുപോലെ തന്നെ മറ്റ് കോഴിയെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നതിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തെയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ കേരള എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു 4 മാസം മുമ്പ് പുലി ഇറങ്ങിയ സമയത്ത് നിയമസഭ നടക്കുന്നുണ്ട്. സ്ഥല MLA ശ്രീ AP അനിൽകുമാർ ഈ വിഷയം നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു. അവിടെ കടുവയെ പിടിക്കാൻ ആവശ്യമായ കൂട് വെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ട ഷാജി എന്ന് പറയുന്ന കർഷകൻ കടുവ ചവിട്ടിയ ആ സ്പോട്ട് വരെ കാണിച്ചു കൊടുത്തു. അന്ന് DFO പറഞ്ഞത് ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അപ്പം നമുക്ക് നോക്കാമെന്നാ. മനുഷ്യൻ്റെ ജീവൻ പോയെങ്കിൽ മാത്രമേ ഇവർ നോക്കുള്ളൂ. ഇപ്പോൾ DFO ഓടി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ കാര്യം? ഈ മരിച്ച ഗഫൂർ എന്ന് പറയുന്ന സഹോദരന് 3 ചെറിയ കുട്ടികളാണുള്ളത്. ആ കുടുംബം അനാഥമായി. ആരാ നോക്കുക? കേരളത്തിൽ ധാരാളം മരണം ഉണ്ടാകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ തൂക്കി പിടിച്ച് വരിക, ഇത് കൊടുക്കുക, മനുഷ്യജീവന് വില ഇട്ടാണ്ട് ഇവരോട് പോയാൽ മതിയോ? അതുകൊണ്ട് ഗഫൂറിൻ്റെ കുടുംബത്തിൽ അവരുടെ മക്കൾക്കോ ഭാര്യക്കോ ജോലി കൊടുക്കണം, ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം, ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം. ഇതിനൊരു തീരുമാനമില്ലാതെ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം സൗത്ത് സോൺ DFO ഇവിടെ എത്തിയിട്ടുണ്ട്, ദൈനിക് ലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി ചർച്ച നടത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോഴും നിങ്ങൾ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു തീരുമാനം വേണം. ഇതൊക്കെ ഇതാണ് പോയാൽ പിന്നെ ഒന്നുമില്ലേ. ഇത് കഴിഞ്ഞപ്പോൾ MLA കൂട് വെക്കണമെന്ന് നിയമസഭക്കകത്ത് ഉന്നയിച്ചിട്ട് ഒരു കൂട് വെക്കാൻ കഴിയാത്ത ഇവരുടെയൊക്കെ വാക്ക് എങ്ങനെ കേൾക്കുക, എങ്ങനെ വിശ്വസിക്കുക? നേരത്തെ ഈ ഭാഗത്ത് കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നിരന്തരമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് വെറും 2 കിലോമീറ്റർ അപ്പുറത്താണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂൾ അടക്കാക്കുണ്ട് ക്രസന്റ് ഹൈസ്കൂള്. 4000 അരുൺ, ഈ ചവിട്ട് DFOനെ നേരത്തെ കാണിച്ചു കൊടുത്താണ് എന്നാണ് പറയുന്നത്. കാരണം ഇത് കടുവയുടെ ചവിട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ഈ കാണിച്ചു കൊടുത്ത ഒരാളുണ്ട് നമുക്കൊപ്പം. ഇതൊരു 3 മാസത്തിന് മുൻപ് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ DFO സ്ഥലത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് വലിയ മൃഗമാണല്ലോ, കടുവയാണെന്ന് പറഞ്ഞു. അല്ല, പുലിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും സാർ ഇത് പിന്നെ വലിയ മൃഗമാണല്ലോ, പിന്നെ പിടിച്ച് കൂട് വെച്ച് പിടിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം, നമ്മൾ പിന്നെ മനുഷ്യനൊന്നും ആക്രമിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു മനുഷ്യജീവൻ പോയപ്പോൾ മനസ്സിലായില്ല അവർക്ക്. ഇങ്ങനെയാണ് അവർ പ്രതികരിക്കേണ്ടത്. അവരപ്പം തന്നെ ആ കൂട് പിടിച്ചു പോയിരുന്നത്. ഇപ്പോൾ ഈ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, നമുക്ക് ഇവിടെയുള്ള കർഷകരൊക്കെ ഇപ്പോൾ ഭൂമി വിറ്റ് പോണതിലാണ്. പരമ്പരാഗതമായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ പല കൃഷിയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ആളുകൾക്ക് കൃഷി ചെയ്യാൻ ധൈര്യമല്ല. കാരണം കൃഷി ഇറക്കിയിട്ട് കാര്യമില്ല. വനമൃഗങ്ങൾ വരുന്നു, മനുഷ്യന് നാശം പറ്റുന്നു, കൃഷിക്ക് നാശം പറ്റുന്നു. ഈ സൗരോർജ്ജ വേലികൾ പോലും തകർക്കപ്പെടുന്ന ഒരു അവസ്ഥയുള്ളത്. ഇതിന് ശക്തമായൊരു പരിഹാരമാണ്. ആ പരിഹാരം കിട്ടിയിട്ട് ആൾക്കാർ ഇവിടുന്ന് പിരിഞ്ഞു പോകണുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ സ്വഭാവം? ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരം
നഷ്ടപരിഹാരം നൽകണം. അത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ആ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കടുവയെ എങ്ങനെ കൊല്ലാം എന്നുള്ളതാണ്, വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഇപ്പോൾ തന്നെ ഇവർക്ക് കൊടുക്കണം. ഏതെങ്കിലും തരത്തിൽ 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. 3 കുട്ടികളുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതായാലും കടുവയെ വെടിവെച്ച് കൊല്ലുന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുന്നതിന് മുമ്പ് മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് മടങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള. ഇപ്പോൾ ഏതാണ്ട് ഞാൻ നിൽക്കുന്നതിൽ നിന്ന് ഏതാണ്ട് ഒരു 400-500 മീറ്റർ ഉയരത്തിലാണ്. കാരണം ഈ മലയുടെ മുകൾ ഭാഗത്തേക്കാണ്. അവിടേക്ക് എത്തിപ്പെടുക വളരെ സാഹസം ആണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം താഴോട്ട് എത്തിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് തടയാനുള്ള തീരുമാനമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DFO അടക്കമുള്ള ആളുകൾ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ മുകൾ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഇക്കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കൂ. ഏതെങ്കിലും തരത്തിൽ കടുവ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പ്രേക്ഷകർക്ക് കാണുന്നത് പോലെ ഇതാണ് തോട്ട മേഖല. രാവിലെ 7 മണിക്ക് ഇതേപോലെ ഈ തോട്ടത്തിൻ്റെ മറ്റേ ചെരുവിലാണ് ഈ ഗഫൂറും ഒപ്പം സമതും ഉണ്ടായിരുന്നത്. അവിടെ രാവിലെ 7 മണിയോടുകൂടി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ കടുവ പാഞ്ഞു കയറിയത്. നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാവുന്നതാണെന്ന് തോന്നുന്നു അല്ലേ അഭിലാഷ്? നാട്ടുകാർക്ക് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവിടെ വലിയ പ്രതിഷേധം ഉയർന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നത്. ഏതാണ്ട് 500-600 മീറ്റർ കുത്തനെ കയറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുകയും ഇതിന് ശേഷം അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗത്തേക്ക്, അതായത് അപകടം നടന്ന ഈ കൊലപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ നീങ്ങുകയാണ്. ഏതാണ്ട് 500 മീറ്റർ ഉയർന്ന ഭാഗത്താണുള്ളത്. അവിടെ DFO ഉണ്ട്, മറ്റുള്ള എവിടെ വെച്ചാണ് കടുവ പിടിച്ചത്, എവിടെയാണ് കടുവ ഈ ഗഫൂറിന്റെ മൃതശരീരം കൊണ്ടിട്ടത്, അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം ആ സ്ഥലം. മാത്രമല്ല പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളുമുണ്ട്. പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. ആ കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെയാണ് വേണ്ടത്. മാൻ ഈറ്റർ ആയിരിക്കുന്ന ഒരു കടുവയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം ഈ ഗഫൂറിന്റെ ശരീരഭാഗങ്ങൾ ഈ കടുവ ഭക്ഷിച്ചു എന്നാണ് നമുക്ക് ആദ്യം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കല്ലാമൂല സ്വദേശി ഗഫൂറിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 7 മണിയോടുകൂടിയായിരുന്നു ഈ റബ്ബർ തോട്ടത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കടുവ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്.